നമസ്കാരം. കണ്ണൂർ കോൺഗ്രസിൽ മഞ്ഞുരുക്കം. കോൺഗ്രസ് സ്ഥാനാർത്ഥി ടി.ഒ. മോഹനൻ മുൻ KPCC പ്രസിഡന്റ് കെ സുധാകരന്റെ വീട്ടിലെത്തി കൂടിക്കാഴ്ച നടത്തി. പ്രചാരണത്തിന് തുടക്കം കുറിക്കുന്നതിന് മുന്നോടിയായിട്ടാണ് മോഹനൻ സുധാകരന്റെ വീട്ടിലെത്തിയത്. കെ സുധാകരന്റെ പിന്തുണയും അനുഗ്രഹാശംസകളും വാങ്ങുന്നതിനാണ് മോഹനൻ സുധാകരന്റെ വീട്ടിലെത്തിയത്. കണ്ണൂരിലെ മുൻ മേയറാണ് ടി.ഒ. മോഹനൻ. കണ്ണൂർ മണ്ഡലത്തിൽ കെ സുധാകരൻ അനുകൂലികളുടെ സഹകരണവും പിന്തുണയും ഉറപ്പിക്കാൻ ലക്ഷ്യമിട്ട് കൂടിയാണ് മോഹനൻ കെ സുധാകരന്റെ വീട്ടിലെത്തിയത്. സ്ഥാനാർത്ഥി മോഹനെ ഷാൾ അണിയിച്ച് കെ സുധാകരൻ സ്വീകരിച്ചു. എന്റെ വാക്കു പാലിച്ചു എന്ന് ഷാൾ അണിയിച്ച ശേഷം സുധാകരൻ അഭിപ്രായപ്പെട്ടു. തുടർന്ന് ഇരുവരും അടച്ചിട്ട മുറിയിൽ സംസാരിച്ചു. കണ്ണൂരിൽ ടി.ഒ. മോഹനൻ സ്ഥാനാർത്ഥിയാകുന്നതിൽ ഒരു തരത്തിലും എതിർപ്പില്ലെന്ന് കെ സുധാകരൻ പറഞ്ഞതായി മോഹനൻ പിന്നീട് വ്യക്തമാക്കി. കണ്ണൂർ മണ്ഡലത്തിൽ കഴിഞ്ഞ 2 തവണ UDF പരാജയപ്പെട്ടു. ആ മണ്ഡലം തിരിച്ചുപിടിക്കുക എന്നതാണ് ദൗത്യം. ആ ദൗത്യം നേതാക്കൾ എല്ലാവരും കൂട്ടായി ഏറ്റെടുക്കും. തെരഞ്ഞെടുപ്പിൽ പൂർണ്ണ സഹകരണം കെ സുധാകരൻ ഉറപ്പു നൽകിയിട്ടുണ്ട്. ഒരു ടീമായി തന്നെ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോകുമെന്നും ടി.ഒ. മോഹനൻ പറഞ്ഞു. കണ്ണൂർ ജില്ലയിലെ മണ്ഡലങ്ങളിൽ UDF സ്ഥാനാർത്ഥികൾക്കായി കെ സുധാകരൻ സജീവമായി ഇറങ്ങും. ഇരിക്കൂർ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി സജീവ് ജോസഫിന്റെ പ്രചാരണത്തിനും ഇറങ്ങും. തുടർന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നുവെന്നും സാഹചര്യങ്ങൾ കൊണ്ട് അതിന് കഴിഞ്ഞില്ലെന്നും കെ സുധാകരൻ പറഞ്ഞു. പേരാവൂരിലും കണ്ണൂരിലും പ്രചാരണത്തിന് ഇറങ്ങുമെന്നും പാർട്ടിയിലെ ഒരു കുട്ടിയെ പോലും തോൽപ്പിക്കാൻ താൻ ശ്രമിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കോൺഗ്രസ് മിന്നും വിജയം നേടും. BJPയിൽ പോകുന്ന കാര്യം ഇന്നുവരെ ആലോചിച്ചിട്ടില്ല. ഇനി അങ്ങനെ ആലോചിക്കുകയുമില്ല. രാഷ്ട്രീയ എത്തിക്സ് ഉള്ള ആളാണ് ഞാൻ. പിണറായി സർക്കാരിനെ എങ്ങനെയെങ്കിലും താഴെ ഇറക്കിയിരിക്കുമെന്നും കെ സുധാകരൻ പറഞ്ഞു. ദിവസങ്ങളായി നീണ്ടുനിന്ന അനിശ്ചിതങ്ങൾക്കൊടുവിൽ കോൺഗ്രസിൽ തന്നെ തുടരുമെന്ന് കഴിഞ്ഞ ദിവസം കെ സുധാകരൻ വ്യക്തമാക്കിയിരുന്നു. സ്ഥാനാർത്ഥി നിന്ന് നിഷേധിച്ചാലും പാർട്ടി വിടില്ല. സ്വതന്ത്രനായി മത്സരിക്കില്ല. പാർട്ടി പറഞ്ഞാൽ മാത്രം മത്സരിക്കും. പാർട്ടി എത്രയോ വലുതാണെന്നും കെ സുധാകരൻ പ്രതികരിച്ചിരുന്നു. കണ്ടു കാണും. അതുമായി ബന്ധപ്പെട്ടാവാം. കാരണം അദ്ദേഹം ഹൈക്കമാൻഡിൽ കൊടുത്ത വാക്കാണ്. അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ വിജയിപ്പിക്കുക എന്ന പ്രവർത്തനത്തിൽ ഏറ്റവും മുന്നിൽ നിന്ന് പ്രവർത്തിക്കും എന്ന് അദ്ദേഹം പറഞ്ഞതാണ്. ആ നിലയിലുള്ള തന്നെ സ്ഥാനാർത്ഥിയാകുമെന്ന് കെ സുധാകരൻ നേരത്തെ പറഞ്ഞിരുന്നു. അതാണോ അദ്ദേഹം നിങ്ങൾക്കൊക്കെ അറിയാം. പക്ഷെ അദ്ദേഹം പറഞ്ഞത് ആ സമയത്ത് ഉൾപ്പെടെ ഒരിക്കലും നിന്നെ ടി.ഒ. മോഹനൻ സ്ഥാനാർത്ഥിയാകുന്നതിന് ഒരു തരത്തിലും തടസ്സമില്ല. അതിനെന്തായാലും അത്തരം കാര്യങ്ങൾക്ക് ഞാനും നിന്റെ കൂടെ ഉണ്ടാകുമെന്ന് അദ്ദേഹം എല്ലാ കാലത്തും പറഞ്ഞു. തീർച്ചയായിട്ടും എന്നോട് പറഞ്ഞതല്ല, അത് നേതൃത്വത്തെ ബന്ധപ്പെട്ടാണ്. പക്ഷെ നമ്മൾ തമ്മിൽ നിങ്ങളെ പലരും പറഞ്ഞു ഒരു അതുമില്ല. എന്നും എനിക്ക് ഒരു ഏറ്റവും നല്ല നിർദ്ദേശവും ഉപദേശവും ഒക്കെ തരുന്ന ഒരു നേതാവ് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഉപദേശവും നിർദ്ദേശവും ഒക്കെ തന്നെ സ്വീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അത് ഇനിയും തുടരും. അങ്ങേക്ക് എന്തോ ആക്കാണ് ജയിച്ചു വരാം. ഇപ്പോഴത്തെ ഈ കൂടിക്കാഴ്ച എങ്ങനെ പ്രവർത്തിക്കണമെന്ന് സ്വാഭാവികമായിട്ട് അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യും. ഇപ്പോഴും പറഞ്ഞ കുറേ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്യേണ്ട വിഷയമില്ലായിരുന്നു. എന്തായാലും നേതൃത്വപരമായ അദ്ദേഹത്തിന്റെ എല്ലാ കഴിവും ഈ തെരഞ്ഞെടുപ്പ് സാധനം എല്ലാം പൂർണ്ണമായി തെരഞ്ഞെടുപ്പിന് വേണ്ടി അദ്ദേഹം വിനിയോഗിക്കും. ഞങ്ങളോടൊപ്പം ഉണ്ടാകും. ഒരു ടീമായിട്ട് നന്നായിട്ട് മുന്നോട്ട് പോകും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ചില ആശയക്കുഴപ്പമൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനത്തോടൊപ്പം കോൺഗ്രസിനെ സ്നേഹിക്കുന്ന എല്ലാവരും ചേർന്ന് നിൽക്കുക എന്നതാണ് കീഴ്വഴക്കം. പല സ്ഥലത്തും വെടിയും പുകയൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ അതൊക്കെ കെട്ടടങ്ങിയിട്ടുണ്ട്. അത് കണ്ണൂരിൻ്റെ കാര്യത്തിലും മറ്റു പല സ്ഥലത്തും. അപ്പോൾ ഏതായാലും ഐക്യത്തോടെ മുന്നോട്ട് പോകും. അതൊരു സന്ദേശമാണ്. കേരളത്തിൽ ഉജ്ജ്വലമായ വിജയം പ്രതിപക്ഷ നേതാവൊക്കെ പറഞ്ഞതുപോലെ 100-ലധികം സീറ്റുമായിട്ട് ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ തിരിച്ചു വരും. അത് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം.